ഹായ്, അസ്സലാമു അലൈക്കും. അൻഷൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ മക്കളെ, എന്നുണ്ടല്ലോ ഞാൻ ഈ ചായപാത്രം കൊണ്ട് ഇങ്ങനെ തിരിഞ്ഞടക്കുന്നത്. അപ്പോൾ ഇന്നുണ്ടല്ലോ ചായപാത്രം ഒന്നുമല്ല കേട്ടോ, ചോറും കൂട്ടാനും ഉണ്ടാക്കണം ഒന്നല്ല. ഇന്ന് ഞാൻ നമ്മളെ മീൻ നന്നാക്കണ ഒരു വീഡിയോസും കൊണ്ടാട്ടോ വന്നിക്കണം. ഏത് മീനാണ് എന്നല്ലേ ഇതാക്കണേ. നമ്മളെ നാട്ടിലിത് നമ്മൾ പറയണത് തളമീൻ എന്നാണ്. പിന്നെ ഇതിന് വേറൊരു പേരുണ്ട്, വാളാന്ന്. പക്ഷേങ്കിൽ നമ്മളിതിന് പറയുന്ന പേരാണ് തളമീൻ കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഈ തളമീൻ കണ്ടിട്ടേ എന്തിനാ മാതിരിയാണ് തോന്നുന്നത്? ഞാൻ പറഞ്ഞു തരട്ടെ. നമ്മളെ വല്യമ്മമാരൊക്കെ ഉണ്ടല്ലോ, തുണിയൊന്നും കൊയിഞ്ഞാടാതക്കാൻ വേണ്ടി ഒരു അരഞ്ഞാണം കെട്ടലുണ്ടേനി പണ്ടില്ല വല്യമ്മമാർ. നമ്മളെ വെള്ളി അരഞ്ഞാണം. നിങ്ങൾക്ക് അതേമാതിരി തോന്നണുണ്ടോ? ഇത് ഈ തലയുടെ പോയി കഴിഞ്ഞാൽ ആ വെള്ളി അരഞ്ഞാണം പോലെ തന്നെ ഉണ്ടില്ലേ? ഇങ്ങൾക്ക് ആർക്കെങ്കിലും കണ്ടിട്ട് തോന്നിക്കണോ? ഇച്ചുണ്ടല്ലോ ഈ മീൻ കിട്ടിയ അപ്പുണ്ടല്ലോ ഇച്ചതാ തോന്നട്ടോ, വെള്ളി അരഞ്ഞാണം പോലെ തന്നെ ഉണ്ട്. ആണോ അല്ലേ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്തോളിയും. ഒട്ടുമിക്ക ആൾക്കാർക്കും അത് വെള്ളി അരഞ്ഞാണം തന്നെ തോന്നുള്ളൂ, ആ തലല്ല ഞാനല്ലേ. അപ്പോൾ ഇന്ന് ഏതായാലും ഞാൻ എങ്ങനെയാണ് ആ മീൻ നന്നാക്കലെന്നാണ് നിങ്ങൾക്കിപ്പോൾ ഒന്ന് കാണിച്ചു തരാൻ വന്നിരിക്കണത്. അപ്പം നമ്മളെ തങ്കപൂജയും കുട്ടിയും വന്നിക്കൽ തുടങ്ങിയിരിക്കണം കേട്ടോ, മീൻ നന്നാക്കണേ നോക്കിക്കാൻ കിട്ടുമല്ലോ എന്ന് കരുതിയിട്ട്. അപ്പം കുറേ നേരം ആയിക്കണോള് ഇങ്ങനെ കാവലിക്കണേ മീൻ നന്നാക്കാൻ വരും എന്ന്. ഓക്ക് ഒരു ചെറിയൊരു മണം കിട്ടിയാൽ മതി, അപ്പോൾ ഓള് നമ്മളെ വാതിലൊക്കെ വന്ന് അങ്ങനെ നുരോളിച്ച് തുടങ്ങും, തെരിമ്മാ എന്ന് കണ്ട്. അപ്പം ഞാനേതായാലും നന്നാക്കുകയാണ് കേട്ടോ. അപ്പം ഞാനിതെങ്ങനെയാണ് നന്നാക്കണമെന്ന് വെച്ചാൽ, കത്തി ഉണ്ടല്ലോ, കത്തി വെച്ചിക്കാണ്ട് അതിൻ്റെ മേലെ ഇങ്ങനെ ചെളുക്കല്ല ഇട്ടത്, ഇതൊരു പൊടി മരിക്കണം, അതിങ്ങനെ ചിരണ്ടി കളയലാണ് കേട്ടോ. അപ്പം ഞാൻ കത്തി വെച്ചിട്ട് നല്ലോണം ഒന്ന് ചിരണ്ടി കളയും. പിന്നെ ഞാൻ മറ്റേ പുറം മറിച്ചിട്ട് ഞാൻ അതിൻ്റെ ഭാഗം കൂടി ഒന്ന് അത് കളയണം കേട്ടോ. അപ്പോൾ ഓൾ കുറേ നേരമായി നോക്കിക്കണം. അപ്പോൾ ഞാനൊരു കണ്ടം ഇട്ട് കൊടുത്താണ് കേട്ടോ വാലിൻ്റെത്. ഓളുണ്ടല്ലോ ഞാൻ മാന്താൻ നോക്കിട്ടോ, ചെറുതായിട്ട് ഓളെ കാല് ഇഞ്ചെ കജ്ജ് മുന്നത്തല്ലട്ടി ഇഞ്ചെ കജ്ജുമ്പോൾ തട്ടിട്ടോ. അപ്പോൾ മുറിയൊന്നും ആയിട്ടില്ല കേട്ടോ. അപ്പം ഞാൻ പൊയ്ക്കോ കിട്ടും ചെത്തുന്നൊക്കെ പറഞ്ഞിട്ടോ. അപ്പോൾ അവിടെ പോയതാണ്. അപ്പോൾ ഞാനിതാക്കണേ ഇതിൻ്റെ ആ വെള്ളപ്പൊടിയൊക്കെ നല്ലോണം കളഞ്ഞതിന് ശേഷം ആ മുള്ളുണ്ടല്ലോ അത് പിടിച്ചിട്ട് ഇങ്ങോട്ട് വലിച്ചാൽ മതി കേട്ടോ. അപ്പോൾ അത് ഇതേപോലെ ഇങ്ങോട്ട് പറഞ്ഞിങ്ങോട്ട് പോരും, നല്ല സുഖമാണ് കേട്ടോ അതിങ്ങോട്ട് വലിച്ചെടുക്കാൻ. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് കേട്ടോ നന്നാക്കൽ. പിന്നെ ചിലവർ ഈ മീൻ നന്നാക്കുന്നത് കല്ലുമ്മട്ട് കാണ്ട് ഉരക്കൂട്ടോ, കല്ലുമ്മട്ട് കാണ്ട് ഉരക്കും. അതേ പറഞ്ഞ മാതിരി നമ്മളെ കമ്പിച്ചണ്ടില്ല, നമ്മൾ കുടുക്കിയൊക്കെ വെളുക്കാൻ വേണ്ടി എടുക്കുന്ന കമ്പിച്ചണ്ടി ഉണ്ടല്ലോ, അതുകൊണ്ട് വരച്ച് കഴിഞ്ഞാൽ കുടുക്കിയൊക്കെ നല്ല വെട്ടി തിളങ്ങും. അത് ഉണ്ടല്ലോ എടുത്തിട്ട് ആ കമ്പിച്ചണ്ടി ഉപയോഗിച്ച് കാണ്ടും ഇതിൻ്റെ ഈ വെള്ളപ്പൊടി കാളിട്ടോ. അപ്പം ഞാൻ അതിനൊന്നും നിൽക്കണില്ല, ഞാൻ നമ്മളെ കത്തിയെടുത്ത് കണ്ടാണ് കേട്ടോ വരണ്ടി കളയൽ. അപ്പോൾ ഇതാക്കണേ. അപ്പോൾ ഞാൻ എന്താട്ടി ആ വെള്ളം ഇതൊക്കെ കളഞ്ഞിട്ട് അതിൻ്റെ തലുണ്ടല്ലോ അതിൻ്റെ ചുണ്ട് ഭാഗം അങ്ങോട്ട് വെട്ടിക്കളഞ്ഞിക്കണം കേട്ടോ. ചുണ്ട് വെട്ടിക്കളഞ്ഞ് കാണ്ട് നമ്മളെ തള്ളക്കും കുട്ടിക്കും ഇട്ട് കൊടുക്കുകയാണ്, രണ്ടാളും തിന്നട്ടെ അല്ലേ. അപ്പോൾ ഞാൻ അതിൻ്റെ ഇളയും കൂടി ഒന്ന് ചീന്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇതാക്കണേ, അതും പാടെ ഇട്ട് കൊടുത്തേക്കണേ. അപ്പോൾ ഓക്ക് ഒരു കുട്ടിയൊന്നല്ല കേട്ടോ, 4 കുട്ടികളാണ്. അതിലിഞ്ഞ് 3 കൂടിയും വരാനുണ്ട്. അയറ്റങ്ങളെ കാണാനല്ല കേട്ടോ, എങ്ങോട്ടാണ് പോയത് എന്നറിയില്ല. അപ്പം തള്ളിയും ഒരു കുട്ടി മാത്രമേ വന്നിട്ടുള്ളൂ, മറ്റോല് കാണാനല്ല എവിടെ പോയത് എന്ന് തന്നെ ഒരു പിടുത്തമല്ല കേട്ടോ. ചിലപ്പം വരും ചിലപ്പം വരില്ല, അങ്ങനെയാണ്. ഈ കുട്ടി നല്ല നുണച്ചിയാണ് തോന്നുന്നുണ്ട്, തള്ളൻ്റെ മാതിരി തന്നെ. അതുകൊണ്ടാണ് തള്ളൻ്റെ അപ്പം വന്നിക്കണത്. മറ്റവർക്ക് അത്ര നുണല്ല തോന്നുന്നുണ്ട് കേട്ടോ, അതാണ് ഓരെ കാണാത്തത്. അപ്പോൾ ഞാനുണ്ടല്ലോ അതിൻ്റെ ഉള്ളിലുള്ള കാട്ടുണ്ടല്ലോ അത് തന്താവരൽ വെച്ചിട്ട് ഇങ്ങോട്ട് ഇങ്ങനെ തള്ളിക്കൊണ്ടുവരും. അപ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ കാട്ടും കൂടി അങ്ങനെ പോരും കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെയാണ് കേട്ടോ ഈ മീൻ നന്നാക്കിയെടുക്കൽ. അപ്പച്ചി ഇങ്ങനെ നന്നാക്കിയെടുത്താലും ഒരു വല്ലാത്തൊരു ഒസുവാസമാണ് കേട്ടോ ഈ മീൻ നന്നാക്കി ശരിയായില്ലേന്ന് കരുതിയിട്ട്. അപ്പോൾ ഞാനൊന്നും കൂടി ഉണ്ടല്ലോ കത്തി വെച്ചിട്ട് അതിൻ്റെ ആ മുള്ളിൻ്റെ ഭാഗത്തൊക്കെ ഞാനൊന്നിങ്ങനെ ചിരണ്ടി കൊടുക്കും. അപ്പോൾ ഇതാക്കണേ ആ വെള്ളമൊക്കെ അങ്ങോട്ട് പോകും കേട്ടോ. അപ്പോൾ നല്ലോണം വരണ്ടി കളയാം. അപ്പോൾ നമ്മളെ വീഡിയോസൊക്കെ സ്ഥിരം കാണുന്ന കുറച്ച് കൂട്ടുകാരൊക്കെ ഉണ്ട്, എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട്. അതേ പറഞ്ഞ മാതിരി കമൻ്റ് ഇടുന്ന ഒരുപാട് കൂട്ടുകാരുണ്ട്, എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പം ഇനി കമൻ്റ് ഇടാത്തവരും സ്ഥിരമായിട്ട് വീഡിയോ കാണാത്തവരും ഒന്ന് കണ്ട് പിന്നെ കാണാതെ നിൽക്കണവരൊക്കെ
സ്ഥിരമായിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രമിച്ചാൽ കമൻ്റ് ഇടാനും ലൈക്ക് ഇടാനും ഒക്കെ മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാട്ടോ. നമ്മളെ അനിയത്തിയായിട്ടും ഒക്കെ കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിനി ചപ്പാത്തി ചുടുമ്പം വീഡിയോ എടുക്കുമ്പം ചപ്പാത്തി പൊള്ളക്കൂലെന്നും വീഡിയോ എടുത്ത് കഴിഞ്ഞാൽ ചപ്പാത്തി പൊള്ളക്കുന്ന്. അപ്പോൾ ഞാൻ അത് ആരെ പറഞ്ഞേന്നില്ല വെച്ചത് ഓർമ്മയില്ലേനി. അപ്പോൾ ഇന്നലത്തെ വീഡിയോയിൽ ഇച്ചതിനുള്ള കമൻറ്റിൽ വന്നിക്കണേ ഞാനാ പറഞ്ഞിരിക്കണേന്നില്ല. അതാരാന്നറിയാം, ഇന്ദു ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് വീഡിയോ കാണലുണ്ട് കേട്ടോ, ഓളതും കാണലുണ്ട്. അപ്പോൾ ഒരു 4-5 ആൾക്കാരെ വീഡിയോ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്നുണ്ട്. ഒരു നമ്മളതും കാണും കേട്ടോ. അങ്ങനെ ഇന്ദു ആണ് കേട്ടോ നമ്മളോട് പറഞ്ഞത്. അപ്പോൾ ഓള് പറഞ്ഞു നാളെ എങ്ങാനും പറഞ്ഞിട്ടില്ല എനിക്ക് ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട്. ഇന്നിപ്പോൾ ഞാൻ പറയാതെക്കാൻ പറ്റില്ലല്ലോ മക്കളെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞാണ് കേട്ടോ. നമ്മൾ ഇന്ദു ആണ് പറഞ്ഞത്. അപ്പോൾ ഓക്കും ഇതേ മരിക്കത്തെ ഇതുണ്ട് കേട്ടോ. ഓളും ചപ്പാത്തി ചുടുമ്പോൾ ചട്ടിയിലിടുമ്പോൾ വീഡിയോ എടുക്കുമ്പോൾ പൊള്ളക്കൂല, വീഡിയോ എടുത്ത് കഴിഞ്ഞാലോ പൊള്ളക്കും ചേച്ചു. അപ്പം അങ്ങനെയാണ്, എല്ലാവർക്കും അങ്ങനെയാണോ എന്നറിയില്ല. അപ്പോൾ ഏതായാലും ഓളെ പറഞ്ഞോണ്ട് ഞാൻ പറഞ്ഞതാണ് ഇന്ന് ഈ വീഡിയോയിൽ. അപ്പോൾ ഇതാക്കണേ, ഞാൻ നമ്മളെ അരഞ്ഞാണതാക്കണേ, നമ്മളെ വെള്ളി അരഞ്ഞാണൊക്കെ നല്ലോണം ഒന്ന് നന്നാക്കി എടുത്തിട്ട് ചെറിയ കഷ്ണങ്ങൾ, എന്നാൽ പറ്റ ചെറുതുമല്ല എന്നാൽ അത്ര വലിയതുമല്ല, അങ്ങനെ കഷ്ണങ്ങളാക്കി എടുത്തിട്ട് ഞാൻ എന്താട്ടിക്കണം ഒന്ന് വരിഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. വരിഞ്ഞു കൊടുക്കണം എന്തിനാ വെച്ചാൽ ഉപ്പും മുളകൊക്കെ അതിൻ്റെ ഉള്ളിൽ നല്ലോണം ഒന്ന് പൊടിച്ച് കിട്ടാനാണ് നമ്മളിത് വരിഞ്ഞു കൊടുക്കണത്. അപ്പം ഇനി പൊരിച്ച് കഴിഞ്ഞാൽ നല്ല രസമാണ് കേട്ടോ. മീൻ ചാറ് വെച്ചാൽ രസം ഉണ്ടാവുമോ എന്ന് നമുക്കറിയില്ല. പക്ഷേങ്കിൽ ഞാൻ പൊരിച്ചലാണ് കേട്ടോ. ഇവിടെ അത് പൊരിച്ചാലാണ് ഇഷ്ടം. ചാറ് വെച്ചാൽ മക്കൾക്കൊന്നും വലിയ തൃപ്തി ഉണ്ടാകലില്ല. ഞാൻ അപ്പോൾ വെക്കലില്ല കേട്ടോ. ഒരു ദിവസത്തെ ഞാൻ വെച്ചപ്പോൾ മക്കൾക്കൊന്നും ഇഷ്ടമായിട്ടില്ല. അപ്പോൾ പിന്നെ ഞാൻ പൊരിച്ചലാണ് ചെയ്യൽ. അപ്പോൾ നമ്മളെ മീൻ ഇതാക്കണത് നല്ല കുളിച്ച് നല്ല സുന്ദരി കുട്ടിയേക്കണം കേട്ടോ. പറക്കുന്തളികയിൽ നിത്യദാസ് കുളത്തിൽ ചാടി നീച്ച മാരിയേക്കണില്ലേ, നല്ല അടിപൊളിയായിട്ട് വന്നേക്കണം കേട്ടോ. അപ്പോൾ നമുക്കിത് പൊരിച്ചണ വീഡിയോസും കൂടിയും കാണാം. അപ്പോൾ മസാല കൂട്ടണത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ ഒരു വെളുത്തുള്ളിൻ്റെ പൊണിയും പിന്നെ 2-3 ജീരുള്ളിയും ഒരു ഇഞ്ചിൻ്റെ ഒരു കഷ്ണം എടുത്തേക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ ആകുമ്പം ഈ ക്ലാസ്സിലിട്ടുകാണ്ട് ഇങ്ങനെ കുത്തിച്ചേർക്കലാണ് കേട്ടോ. അപ്പോൾ ഞാൻ കാട്ടണ മാതിരി നിങ്ങളാരും കാട്ടാൻ നിൽക്കണ്ട. ക്ലാസ് പൊട്ടിയാലേ പുതിയാപ്പിളാർ വന്ന് ചീത്താറ്. നമ്മളെ ക്ലാസ് പൊട്ടിയാലും കാണാൻ പുതിയാപ്പിളല്ല, അതുകൊണ്ട് നമ്മളിങ്ങനെ ഇതാക്കണം കേട്ടോ. അപ്പോൾ ആ തുണി ഞാൻ അടിയിൽ വിരിച്ചത് എന്തിനാ വെച്ചാൽ ക്ലാസ് ഇങ്ങനെ അമരുമ്പം ചിലപ്പം ക്ലാസ് പൊട്ടും, അതിനാണ്. ഇങ്ങനെ ആകുമ്പോൾ വലിയ കുഴപ്പമുണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഞാൻ ആ കത്തി അതിനായിട്ട് എടുക്കുന്നതാണ് കേട്ടോ, നമ്മളെ വെളുത്തുള്ളി ഇതും പിന്നെ ചതക്കാൻ വേണ്ടി. അപ്പം നമ്മൾ അതിനായിട്ടൊരു കുത്തരൽ വാങ്ങിയാൽ അത് വെറുതെ മൂലൊക്കെ കിടക്കും. ഇപ്പം എല്ലാവരും നമ്മൾ മിക്സിയിലിട്ട് കണ്ടാണ്ട് പൊടിച്ചില്ല. ഇങ്ങനത്തെ ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ അങ്ങനെ വേഗം കിടക്കും. കുറേ ഉണ്ടെങ്കിൽ ഞാൻ മിക്സീൻ്റെ ജാറിലിട്ട് പൊടിച്ചലാണ് കേട്ടോ. പൊടിച്ചലല്ല ചതക്കലാണ്. അപ്പോൾ അതാക്കണേ കുറച്ച് ഞാനതിൽ ബാക്കി വെച്ചിക്കണേ. പിന്നെ നമുക്ക് മീനൊക്കെ പൊരിച്ചാണ്ടല്ലോ അപ്പോൾ ഇക്കിടാതിട്ട്. അപ്പോൾ ഞാൻ മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും കരിവേപ്പും ഉപ്പും ഇട്ടിക്കണം കേട്ടോ. പെരിഞ്ചീരകം ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുത്താൽ മതി. ഇഞ്ചത്തില്ല കഴിഞ്ഞിക്കണം കേട്ടോ. മസാല കൂട്ടി വെച്ചിട്ട് നമുക്ക് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ആ ഉപ്പും മുളകൊക്കെ നമ്മളെ മീനുമേലൊന്ന് പൊടിച്ചട്ടെ, എന്നിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം കേട്ടോ. ഈ മീനായതുകൊണ്ട് തന്നെ നമ്മളെ സാധനക്കൂട്ടനെ നല്ല തീർപ്പതി കേട്ടോ. ഭയങ്കര ഇഷ്ടമായിക്കണം. ഇമ്മ എന്തോ ഒരു രസം മീൻ പൊരിച്ചത് കാരണം കേട്ടോ. ഓന് ഭയങ്കര തീർപ്പതി ആക്കണം മീൻ. അങ്ങനെ ഇതാക്കണേ, നമ്മൾ ഓരോ മീനും ചട്ടിയിലിട്ട് പൊരിച്ചാണ് കേട്ടോ. അപ്പോൾ മക്കളെ ഇന്നിപ്പോൾ വീഡിയോ ഇതാണ്. എന്നും ഉണ്ടല്ലോ ഇപ്പോൾ ഈ ചോറും കൂട്ടാനും വെക്കണ വീഡിയോസ് കാട്ടി തന്നെ നിങ്ങൾ വെറുപ്പിച്ചാണ്. എന്നും ഒരേ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഈറൊടിച്ചൂലേ. അപ്പോൾ ഇന്ന് ഞാനൊന്ന് മാറ്റി പിടിച്ചാണ് കേട്ടോ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കൊക്കെ തൃപ്തി അയക്കണോ ഉണ്ടെങ്കിൽ പറയണേ. അപ്പോൾ നമ്മളെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ തുടർന്നും നിങ്ങളെ സപ്പോർട്ടൊക്കെ ഉണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ വെച്ച് നിർത്തേണ്ടി വരും കേട്ടോ. അപ്പോൾ നിങ്ങളൊക്കെ ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തൊക്കെ നമ്മളെ സഹായിച്ച്. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നാളെ വരെ ഇൻഷാ അല്ലാഹ്. അസ്സലാമു